കാരണം അദ്ദേഹം ഇത്രയും വേഗത്തിൽ അദ്ദേഹം വിട്ടു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മരിക്കാനുള്ള പ്രായമായോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ഇനിയും ഒരുപാട് സിനിമകൾ, ഇനിയും ഒരുപാട് നമ്മളെ ചിരിപ്പിക്കേണ്ട, നമ്മളെ കരയിപ്പിക്കേണ്ട, നമ്മളെ ചിന്തിപ്പിക്കേണ്ട, ചിരിപ്പിക്കേണ്ട ഒരാൾ കൂടിയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. സലീം കുമാർ എന്ന നടൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ മാത്രം മതി അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ, അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്ക് പറയുവാനും. ഇപ്പോൾ അബു സലീം സംസാരിക്കുകയാണ്, നമുക്ക് അതൊന്ന് കേൾക്കാം. CID മൂസയിലാണ് സലീംകുമാറിന്റെ യോഗത്തിലുള്ള ദുഃഖം ആദ്യം അർപ്പിച്ചുകൊണ്ട് CID മൂസ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സലീംകുമാറായിട്ട് ഞാൻ കൂടുതൽ അടുക്കുന്നത്. അതിനുശേഷം ധാരാളം സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. വെനീസിലെ വ്യാപാരി, ഷെർലക് ഹോംസ്, രാജമാണിക്യം, തൊമ്മനും മക്കളും, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും ചിരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രം ഏറ്റെടുത്തുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കൂട്ടത്തിൽ കാര്യങ്ങളും പറയും. വളരെ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. സിനിമയിലെ ഒരു കുടുംബം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിയോഗം നമുക്ക് എവർക്കും സഹിക്കാൻ പറ്റാത്തതും താങ്ങാൻ പറ്റാത്തതുമാണ്. നമുക്ക് മാത്രമല്ല, മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും ആ ദുഃഖമുണ്ടെന്നറിയാം. അവരുടെ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ. സിനിമയിൽ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ ഓരോരുത്തരായി ഓർത്തെടുക്കുകയാണ് സിനിമയിലെ നിമിഷങ്ങൾ, വ്യക്തിജീവിതത്തിലെ നിമിഷങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് സലീം കുമാറിനെ കുറിച്ച് പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ. നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ അത്തരം അഭിനയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ തൻ്റെ അഭിപ്രായം, നിലപാട്, അത് തുറന്നു പറയുന്നു എന്നതായിരുന്നു സലീം കുമാറിൻ്റെ പ്രത്യേകത. മറ്റ് പല സിനിമാ താരങ്ങളും പല വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ മടി കാണിക്കുമ്പോൾ എന്താണോ ഓരോ വിഷയത്തിലും തൻ്റെ നിലപാട്, അഭിപ്രായം, അതെല്ലാം തുറന്നു പറയുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. OJ ജനീഷ മന്ത്രി, അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, MP രമേശ് പിഷാരടി MLA, മറ്റ് സിനിമാ മേഖലയിലുള്ളവർ, ദിലീപ് അടക്കമുള്ളവർ, ബാബുരാജിനെ പോലെയുള്ള താരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി താരങ്ങളും സിനിമാ പ്രവർത്തകരുമൊക്കെ ഇപ്പോഴും എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ വിയോഗ വാർത്ത അറിഞ്ഞ് എത്തിയവർ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം കാണുന്നുണ്ട്. ദിലീപുമായി ചേർന്ന് നിരവധി സിനിമകൾ, ഒരുപക്ഷെ സലീം കുമാറിൻ്റെ സിനിമാ വേഷങ്ങൾ പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ ഹാസ്യ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ദിലീപിനൊപ്പമായിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നു. അത്തരത്തിൽ നിരവധി കഥാപാത്രങ്ങൾ സലീം കുമാർ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളുണ്ട്. നവമി തുടരുന്നുണ്ട്. നവമി ടൗൺ ഹാളിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോഴും ടൗൺ ഹാളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ഏകദേശം 9 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് എത്തിച്ചു, പറവൂർ ടൗൺ ഹാളിൽ എത്തിച്ചു. അപ്പം മുതൽ തന്നെ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ വ്യക്തിത്വങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവസാനമായി സലീം കുമാറിനെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1 മണിക്ക് അവസാനിപ്പിച്ച് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ തിരക്ക് കാരണം 1 മണിക്ക് തന്നെ ഇത് പൊതുദർശനം പൂർത്തിയാകുമോ എന്നറിയില്ല. അത്രയേറെ തിരക്കാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്ത് നല്ല മഴയുണ്ട്. ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് ആളുകൾ സലീം കുമാർ എന്ന അവരുടെ സ്വന്തം സലീമേട്ടനെ കാണുന്നതിന് വേണ്ടി
ഇങ്ങോട്ടേക്ക് എത്തിയത്. അദ്ദേഹത്തെ ഓർത്തെടുക്കുകയായിരുന്നു നടൻ ജയറാമും സംവിധായകൻ കമലും മേക്കപ്പ് ആർട്ടിസ്റ്റ് പട്ടണം റഷീദും ഉൾപ്പെടെയുള്ളവർ, അബു സലീം ഉൾപ്പെടെയുള്ളവർ. അവരൊക്കെ അബു സലീമും സലീം കുമാറും ഒക്കെ CID മൂസ എന്ന ചിത്രത്തിലെ അവർ ഇരുവരുടെയും ഉള്ളൊരു കോമ്പിനേഷൻ, അവരുടെയൊക്കെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു സോങ്, ആ ഒരു പാട്ട് സീനിൽ ഇരുവരും തമ്മിലുള്ള ഒരു സീക്വൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കണം. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇവിടെ വന്ന് അവരെ ഓർത്തെടുക്കുന്നവർ അവരെക്കുറിച്ച് അല്ലെങ്കിൽ സലീംകുമാറുമായി അഭിനയിച്ച ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സീനുകളും അതിൻ്റെ ഡയലോഗുകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത്. കാരണം അത്ര മാത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് സലീംകുമാർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം ചെയ്ത ഓരോ ഡയലോഗും കഥാപാത്രങ്ങളും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. കാരണം VD സതീശൻ എത്രമാത്രം ഈ ഇദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ മമ്മൂട്ടി മോഹൻലാലും എത്തില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം മോഹൻലാൽ അദ്ദേഹം ഒരു ഷൂട്ടിൻ്റെ തിരക്കിലാണ്, ഇവിടെ ഇല്ല. പിന്നീടുള്ളത് മമ്മൂട്ടിയാണ്. അദ്ദേഹം വിദേശത്ത് കൂടി ആയതിനാലാണ് ഇരുവർക്കും വരാൻ കഴിയാത്തത്. പക്ഷേ അവരുടെ ഒരു വേദന അവർ തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. ഏറെ വേദനയോടുകൂടി തന്നെയാണ് അവരും ഈ വാർത്ത കേൾക്കുന്നത്. സലീംകുമാറുമായിട്ടൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തതാണ്, ഒരുപാട് ആത്മബന്ധം പുലർത്തുന്നവരാണ് ഇരു നടന്മാരും. പ്രത്യേകിച്ച് മായാവി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സലീംകുമാറും. അതിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് ട്രോളുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു വലിയ അടി നടക്കുമ്പോൾ ഒരു മായാവി എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രം, അതായത് മമ്മൂട്ടിയുടെയും സലീംകുമാറിന്റെ ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണം, രമേശ് സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചകളുടെ സമയത്തൊക്കെ വലിയ ചർച്ചയാവുകയും വളരെ ട്രോളുകളിലൊക്കെ നിറഞ്ഞ ഒരു ഡയലോഗായിരുന്നു. അങ്ങനെ നിരവധി ട്രോളുകളും വീഡിയോകളും അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ വീണ്ടും ഓരോ ദിവസവും നമ്മുടെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദിവസവും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളായി മാറുകയാണ് ഈ സലീംകുമാർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ. അങ്ങനെ സലീംകുമാർ എന്ന് പറയുന്ന നടനെ നമ്മൾ അത്രയും സ്നേഹത്തോടുകൂടി ഓർക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. സലീംകുമാർ എന്നാൽ ചിരിയാണ്, ചിരി എന്നാൽ സലീംകുമാറാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നാലും മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. വളരെ ജനക്കൂട്ടം തന്നെ, വളരെ വലിയ ജനക്കൂട്ടം തന്നെയാണ്. ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നത് സലീംകുമാറിനെ അവസാനമായി കാണുന്നതിനു വേണ്ടി. ഇവിടെ നിന്നും 1 മണിയോടുകൂടി ഈ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കണമെന്നാണ് കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന. കാരണം കുടുംബാംഗങ്ങൾക്ക് ഇനി കുറച്ച് നേരം, ഇനി അദ്ദേഹം ആ വീട്ടിൽ നിന്നും ഇനി അദ്ദേഹത്തിന് ആ ഒരു മടങ്ങിവരവില്ല. ഇന്നലെ ആ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരിക്കലും ആ കുടുംബവും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി അദ്ദേഹം ചേതനേറ്റ ശരീരമായിട്ടായിരിക്കും തന്റെ ലാഫിംഗ് വില്ലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിരി നിറഞ്ഞൊരു വീട്ടിലേക്ക് കയറി വരിക. ഇന്ന് ആ ചിരി മായുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് കുറച്ചു നേരമെങ്കിലും അദ്ദേഹത്തോടു കൂടി ഇരിക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്ക് പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് 3 മണിയോടുകൂടി തന്നെ സംസ്കാരം നടക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും. അങ്ങനെ സലീംകുമാർ എന്ന നടൻ മായുമ്പോൾ നവമി സൂചിപ്പിക്കുന്ന പോലെ തന്നെ പലതവണ ആശുപത്രിവാസത്തിനായി സലീംകുമാർ ലാഫിംഗ് വില്ലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിരിക്കുന്ന മുഖവുമായി അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തിരികെ എത്തിയിരുന്നു എന്നതാണ്. പക്ഷെ 55ാം പിറന്നാളിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ച വാചകങ്ങൾ, അത് ഒരു പക്ഷേ മരണം ഏറെ ദൂരെയല്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ നിലയിലുള്ള വാക്കുകൾ ആയിരുന്നു ആ കുറിപ്പിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. തൻ്റെ വഞ്ചിയിൽ ഓട്ട വീണ് തുടങ്ങി അതിൽ നിന്ന് വെള്ളം കോരി മാറ്റി ആണ് യാത്ര തുടരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തന്നെ സംശയിച്ചിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. തൻ്റെ സിനിമാ ജീവിതം കൊണ്ട് താൻ നേടിയ ഒന്നാണ് ലാഫിംഗ് വില്ല എന്ന വീട്. അത് സാമാന്യം വലിയൊരു വീടാണ്. അതിനെക്കുറിച്ചിടയ്ക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ
തൻ്റെ ദുരിതകാലങ്ങളെക്കുറിച്ച്, ഇല്ലായ്മകളിലൂടെ വളർന്നു വന്നതിനെക്കുറിച്ച്, ഒരു വീടെന്ന സ്വപ്നത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പലപ്പോഴും വാചാലനായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ട് നിർമ്മിച്ച വീടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലാഫിംഗ് വില്ല എന്ന് ആ വീടിന് പേര് നൽകിയത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി എത്തുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ, ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നത്. രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹം സജീവ സാന്നിധ്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ എത്തും എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ സംസ്കാര ചടങ്ങിൽ അടക്കം പങ്കെടുക്കുമോ, അതുകൊണ്ടാണോ അദ്ദേഹം വൈകുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.